ഹല്ലേലൂയ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവത്തിന് നമ്മെ ഉപേക്ഷിക്കുവാൻ, കൈവിടുവാൻ യാതൊരു പദ്ധതിയുമില്ല. എന്നാൽ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ നമുക്ക് ചില തീരുമാനങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം. ദൈവിക നിയമങ്ങളെക്കാളധികം മാനുഷിക നിയമങ്ങൾക്കും ദൈവിക പദ്ധതികളെക്കാളധികം മാനുഷിക പദ്ധതികൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ജീവിതങ്ങൾക്ക് വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. ഉൽപ്പത്തിയിലെ ജോസഫിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. സ്വന്തം കൂടപ്പിറപ്പുകൾ ചതിച്ച് പൊട്ടക്കിണറ്റിലിട്ടിട്ടും അവിടെ നിന്ന് വെള്ളിക്കാശുകൾ വാങ്ങി വിറ്റിട്ടും ചെന്നെത്തിയ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ഒരു തെറ്റും ചെയ്യാതെ കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലറയിൽ അടയ്ക്കപ്പെട്ടിട്ടും ജോസഫ് എത്തേണ്ടിടത്ത് എത്തി. ഈജിപ്തിൻ്റെ ഭരണാധികാരികളിൽ ഫറവോയ്ക്ക് തൊട്ട് താഴെ രണ്ടാമനായി ജോസഫ് ഉയർന്നതിന് പിന്നിൽ ഏക കാരണം ജോസഫ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ജോസഫ് ഒരു മാതൃകയാണ് ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും. ജോസഫ് കടന്നുപോയ പ്രതിസന്ധികളുടെ മുൻപിൽ ജോസഫിന് വേണമെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദൈവവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ അനുകൂലമായ സാഹചര്യങ്ങളിൽ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിച്ച് ഒരടിമയായി മാറാമായിരുന്നു. എന്നാൽ ജോസഫ് ലക്ഷ്യം വെച്ചിരുന്നത് അടിമത്തത്തിൽ ലഭിക്കുന്ന സുഖവും സന്തോഷമായിരുന്നില്ല. നേരെ മറിച്ച് സഹനങ്ങൾക്കുമപ്പുറം പ്രത്യാശയോടെ തന്നെ വിളിച്ച വിശ്വസ്തനായൊരു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലായിരുന്നു. അതുകൊണ്ടാകട്ടെ ജോസഫ് കൂടപ്പിറപ്പുകളാലും എത്തിയ ഭവനത്തിലെ അധികാരിയാലും അധികാരിയുടെ ഭാര്യയായാലും ഉപേക്ഷിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് കാരാഗ്രഹവാസത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാലഘട്ടം മുഴുവനും ജോസഫ് നിരാശനായില്ല. കാരണം ജോസഫിൻ്റെ പ്രത്യാശ ഉന്നതമായിരുന്നു. അവൻ തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തെയും ദൈവവചനത്തെയും ദൈവിക പദ്ധതികളെയും മാറ്റി നിർത്തിക്കൊണ്ട് യാത്ര ചെയ്ത് അന്നേരം ആ കാര്യം സാധിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യഥാർത്ഥമായ വിജയത്തിലേക്ക് എത്തുവാൻ തടസ്സം അതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യതയുടെ മഹത്വം ദർശിക്കുവാൻ, നിത്യജീവൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് ആ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, ലോകത്തിൽ പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തോടെ ജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ.